ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന രണ്ട് സമരങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. സെക്രട്ടേറിയറ്റിന് വലതുവശത്ത് ആശാവർക്കർമാരുടെ സമരമാണെങ്കിൽ ഇടതുവശത്ത് അംഗനവാടി ജീവനക്കാരുടെ പ്രതിഷേധം രാപ്പകൽ സമരവും ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെയും ആവശ്യം വേതന വർധനവ് തന്നെയാണ് എന്നുള്ളതാണ്. പാറശാല പ്രൊജക്റ്റിൽ നിന്നുള്ള കുറച്ച് അംഗനവാടി ജീവനക്കാരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പാറശാലയിൽ നിന്ന് തന്നെയാണോ? അതെ, പാറശാലയിൽ നിന്ന് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ശമ്പളം വർദ്ധിച്ചു തരിക, വർധനവ് വയ്ക്കുക. ഇത്രയും ശമ്പളം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ അധിക ജോലി ഭാരമുണ്ട് ഞങ്ങൾക്ക്. രാവിലെ 9 മണിക്ക് അംഗൻവാടിയിൽ എത്തണം, അടിച്ചു വാരണം, കുട്ടികളെ നോക്കണം, അങ്ങനെ ഒരുപാട് ജോലി ഭാരങ്ങളുണ്ട്. പിന്നെ അമ്മയുടെ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കണം, അമൃതപ്പൊടി കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെ അധിക ജോലിയാണ് നമുക്ക് തരുന്നത്. അതിനായിട്ടുള്ള വേതനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അത് നമുക്ക് നേടിയെടുത്തേ പറ്റൂ. നിലവിൽ എത്ര രൂപയാണ് നിങ്ങളുടെ വേതനം? വർക്കേഴ്സിന് 12,000 രൂപയും പിന്നെ 1000 രൂപ ഇൻസെൻറ്റീവ് പോലെ. 10 വർഷം തികഞ്ഞവർക്ക് 1000 രൂപ കിട്ടും. 5 വർഷം ആയവർക്കാണെങ്കിൽ 500 രൂപ കിട്ടും. ഈ തുക കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് മാന്യമായ ശമ്പളം, അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ചെയ്യുന്ന ജോലി ഞങ്ങൾ ജീവനക്കാരാണെങ്കിൽ മാന്യമായ ശമ്പളം. കാരണം ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ശമ്പളം കൂടാതിരിക്കുന്നത്. ഏതൊരു ജോലിക്കും അതിൻ്റെതായ സാലറി ഉണ്ട്. ഈ സമരം തുടരാൻ തന്നെയാണോ തീരുമാനം? തന്നെ തുടരാൻ തന്നെ സമ്മതം. ഇതിന്റെ ഒരു അവസാനം കാണുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകും. മുന്നോട്ട് പോകും. റോഷിനി, വിവിധ ആവശ്യങ്ങൾ, അതായത് 21,000 രൂപ വേതനമായി മാറ്റുക, നിലവിൽ 10,000 രൂപ, അതുപോലെ തന്നെ 9,500 രൂപ, വർക്കർമാർക്ക് 12,500 രൂപയാണ് ലഭിക്കുന്നത്. ഇത് 21,000 രൂപയായി വർദ്ധിപ്പിക്കുക. 1,200 രൂപയാണ് ഉത്സവബദ്ധ, ഇത് 5,000 രൂപയായി വർദ്ധിപ്പിക്കുക. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി നൽകുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഓരോ ജില്ലയ്ക്കും ഓരോ ദിവസമാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അംഗൻവാടി ജീവനക്കാരും പറയുന്നത്.